ഉസ്താദിന്റെ മകളുമായിട്ട് എനിക്ക് പ്രണയം, എപ്പം കല്യാണം നടത്തി തരും ഗോവിന്ദണ്ണ എന്നൊക്കെയാണ് ഇപ്പോൾ കമന്റിൽ വന്ന് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ കറക്റ്റ് 18 വയസ്സായ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ നേരെ AKG സെന്റിലോട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കമ്മിറ്റി ഓഫീസിലോട്ടോ ഒക്കെ ചെന്നാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അമ്പലത്തിൽ വെച്ച് നടത്തണോ പള്ളിയിൽ വെച്ച് നടത്തണോ എവിടെയാണെങ്കിലും നടത്തിത്തരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇതുകൊണ്ട്. ഇപ്പം അതായത് ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ പ്രണയിക്കുന്നുണ്ട്, മറ്റ് അന്യജാതിക്കാരാണ് മതസ്ഥരാണ്, നിങ്ങളൊന്നും നോക്കണ്ട, നേരെ അങ്ങോട്ട് ചെല്ലുക, അവർ കല്യാണം നിങ്ങൾ പറയുന്ന അമ്പലത്തിൽ വെച്ച് നടത്തി തരും. ഇനി ഗുരുവായൂർ പോയി നടത്തി തരണോ അത് തരും. പിന്നെ ഇപ്പം ഈ മൊണാലിസയുടെ കേസിൽ ഇനിയിപ്പം കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനൊരു ജോലിയും കൂടെ കൊടുക്കാതെ അവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പം ഇവർ തന്നെ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവർക്ക് ജോലി ശരിയാക്കി കൊടുക്കും. പക്ഷേ ഇവർക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, മലയാളം അറിയാത്ത സ്ഥിതിക്ക് നമ്മുടെ ഭരണഭാഷയും നമ്മുടെ കാര്യങ്ങളെല്ലാം മലയാളത്തിലായിട്ട് ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയാൻ മേലാത്ത സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് ഈ ബംഗാളികൾ ഏറ്റവും കൂടുന്ന സ്ഥലങ്ങളില്ലേ, ഒന്നുകിൽ ബിവറേഴ്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആശുപത്രിയിലോ എവിടെയെങ്കിലും ഒക്കെ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബംഗാളികൾ പൊതുസ്ഥാപനങ്ങളിൽ ചെല്ലുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ഹിന്ദി മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന സാധനം കറക്റ്റായിട്ട് എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവർ അസുഖം കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനോ ഒക്കെയുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ സ്ഥിരം അപ്പോയിൻമെന്റ്, അതായത് എല്ലാ ഗവൺമെന്റ് ജോലിക്കാർക്ക് കൊടുക്കുന്ന എല്ലാ ഗ്രാറ്റുവിറ്റിയും അനവൽസുകളും പെൻഷൻ ഉൾപ്പെടെ കൊടുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സ്ഥിര നിയമനം കൊടുത്ത് അവരെ ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം അതിന് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അമ്മ ഇപ്പോഴും കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മയുടെ കണ്ണീര് അവിടെ കിടക്കുന്നു. ഞാനാണെങ്കിൽ എൻ്റെ മക്കളെ 18 വയസ്സിൽ കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ ഞാൻ കെട്ടിച്ചു കൊടുക്കത്തില്ല. അവരോട് പഠിക്കണ സമയത്ത് പഠിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിടേണ്ട ആൾക്കാരാണ് തലപ്പത്ത് നിന്ന് 18 വയസ്സെന്ന് പറയുന്നത് അത്ര വലിയൊരു ഏജ് ഒന്നുമല്ല. കല്യാണം കഴിയാൻ വേണ്ടി പരന്നിരിക്കുന്ന പ്രായമൊന്നുമല്ല, പഠിക്കേണ്ട പ്രായമൊക്കെയാണ്. ഒരു അത്തും കുത്തും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. അതായത് പഠിത്തം പോലും ഇല്ലാതെ ചെറുപ്പത്തിലെ ഇതുപോലെ മാല വിറ്റ് നടക്കേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇത് പറയുമ്പം എനിക്കൊരു മറ്റൊരു കാര്യം കൂടെ, ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ ആണ്. കോഴിക്കോട് കടപ്പുറത്ത് ഒരു പെൺകുട്ടി 11ൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി അത്തർ വിറ്റ് നടക്കുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെറുപ്പത്തിലെ ഇവിടെ സമോസയൊക്കെ വിൽക്കാൻ വന്നാണ്, ഞാൻ ആൺകുട്ടിയുടെ വേഷത്തിലാണ് ഇതൊക്കെ വിറ്റുകൊണ്ടിരുന്നത്, വീട്ടിലെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ കുട്ടിയെ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇന്നിപ്പം അത്ര വിറ്റ് നടക്കുന്ന ഒരാളെ കണ്ടപ്പോഴാണ് പറയുന്നത് അത് ജീവിക്കാൻ വേണ്ടിയിട്ട് അത്ര വിറ്റ് നടക്കുകയാണ് ആ സ്ഥാനത്ത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ കുട്ടിയെ കണ്ടാൽ അതിനെ ഒരു അത്ര മേടിച്ച് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്ത കണ്ണുകൾ ഈ മൊണാലിസയിൽ കണ്ടു എന്ന് പറയുമ്പോൾ മൊണാലിസയുടെ ചിരിയിൽ മുങ്ങിപ്പോയോ ഈ നമ്മുടെ കേരളം എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ 18 വയസ്സായി മുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം പറ്റിയ അവസരമാണ്. പോയി അങ്ങോട്ട് പറയുക, അവരിപ്പം തന്നെ നിങ്ങൾക്ക് താലിയും മാലയും സാരിയും എല്ലാം എടുത്തു തന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നതായിരിക്കും എന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.